ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ ചെലുത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാരങ്ങൾ ഏറ്റവും കൂടുതൽ ഫേവറബിളായിട്ട് നിൽക്കുന്നത് ചൈനയ്ക്ക് അനുകൂലമായിട്ടാണ്. ടേംസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് നമ്മൾ പറയും. കാരണം ചൈനയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ, ഇന്ത്യയും ചൈനയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ ചൈന ഗ്ലോബലി തന്നെ കഴിഞ്ഞ വർഷം 2024 $1 ട്രില്യൺ ട്രേഡ് നടത്തി എന്നുള്ളൊരു റിപ്പോർട്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് വായിക്കണ്ടേ. $1 ട്രില്യൺ ട്രേഡ് ചൈന കഴിഞ്ഞ വർഷം നടത്തി എന്നുള്ള റിപ്പോർട്ട് നമ്മൾ അടുത്ത സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഭയാനകമായ രീതിയിലാണ് ചൈനയുടെ ഗ്ലോബൽ ട്രേഡ് നടക്കുന്നതെന്നല്ലോ. അപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അത് ഫേവറബിളായി നിൽക്കുന്ന ചൈനയുടെ അനുകൂലമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, മറ്റെല്ലാ മേഖലകളിലും അല്ലെങ്കിൽ മറ്റെല്ലാ സെക്ടറിലും പല പ്രശ്നങ്ങൾ ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ തന്നെയും വളരെ ചിരകാലമായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് സ്റ്റീൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണല്ലോ. അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്ന ഔട്ട്പുട്ടിൻ്റെ മേഖലയിൽ നമ്മൾ ചൈനയിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഭ്യന്തര വ്യവസായത്തെ അത് വളരെയധികം പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേർക്കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വളരെ കാലമായിട്ട് ഈ ആഭ്യന്തര ഉൽപ്പാദകർ ഗവൺമെൻറ്റിനോട് അതിന് ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ സ്റ്റീൽ മാനുഫാക്ചറിങ് സെക്ടറിനെ അല്ലെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട കരുതൽ നടപടികൾ വേണം എന്നുള്ള ഒരു ആവശ്യം വളരെ കാലമായിട്ട് ഇന്ത്യൻ മാനുഫാക്ചറിങ് സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചറേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം വൻതോതിലുള്ള ചൈനയുടെ സ്റ്റീൽ ഔട്ട്പുട്ട്, അതായത് ചൈന ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്. ചൈന ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചൈനയുടെ മാത്രം പ്രശ്നമല്ല. കാരണം അവരുടെ സാധനങ്ങൾക്ക് വിലക്കുറവായതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കൺസ്യൂമേഴ്സ് തീർച്ചയായിട്ടും അത് നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് പ്രോഡക്റ്റിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇമ്പോർട്ട് ഒരു പർട്ടിക്കുലർ ഐറ്റംസിൻ്റെ കൂടുതലായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് കാര്യമായിട്ട് അതിനെതിരെ നടപടികളൊന്നും എടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ ഇമ്പോർട്ടിനകത്തിൽ യാതൊരു ബ്രേക്കും അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ചൈന തന്നെയാണ്. കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് ഏപ്രിൽ ഡിസംബർ മാസത്തിൽ 2.1 മില്യൺ മെട്രിക് ടൺസിൻ്റെ ഫിനിഷ്ഡ് സ്റ്റീൽ ചൈന ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഹെഡിങ് നമ്മൾ നോക്കിയാൽ ഇന്ത്യസ് ഫിനിഷ് സ്റ്റീൽ ഇമ്പോർട്ട്സ് ഫ്രം ചൈന ഹിറ്റ് 7-year ഹൈ. കഴിഞ്ഞ ഏപ്രിൽ ഡിസംബർ മാസത്തിൽ, അതായത് 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ 7 വർഷത്തിലെ ഏറ്റവും കൂടുതൽ ഒരു വളർച്ചയാണ് സ്റ്റീൽ ഇമ്പോർട്ടിൽ ഇന്ത്യ നേരിട്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി, അതായത് വില കുറഞ്ഞ ചൈനീസ് സ്റ്റീൽ ഇറക്കുമതി, ചൈനീസ് സ്റ്റീൽ പ്രോഡക്ട്സിനെ നേരിടാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി അടക്കമുള്ള കർശന നിയന്ത്രണങ്ങൾ പരിഗണിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അത് ഗവൺമെൻറ് പരിഗണനയിലുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സുതാര്യമായിട്ടുള്ള വ്യാപാര അന്തരീക്ഷം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേഡ് ഉറപ്പാക്കുന്നതിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മുതലായിട്ടുള്ള, അല്ല യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളുമായിട്ട് ചർച്ചകൾ നടത്തുവാനും നമ്മുടെ മന്ത്രാലയം തീർച്ചപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നീക്കത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാർത്തകളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അപ്പോൾ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ്. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട്, അല്ലെങ്കിൽ 7 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് 9 months ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ, ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ളതാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഒരു പ്രൊഫഷണൽ ഡാറ്റയാണ്. പ്രൊഫഷണൽ ഡാറ്റ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഡാറ്റ അല്ല, ഫൈനലായിട്ടുള്ള ഡാറ്റ അല്ല, പ്രൊഫഷണൽ ഗവൺമെൻറ് ഡാറ്റയാണ്.
ഓരോ വർഷം 13.3% വളർച്ച അതിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മുതൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ 2024 ഏപ്രിൽ ഡിസംബർ കാലഘട്ടത്തിൽ 2.1 മില്യൺ മെട്രിക് ടണ്ണിൻ്റെ ഫിനിഷ്ഡ് സ്റ്റീൽ പ്രോഡക്റ്റാണ് ചൈന ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ ചൈന ഈ ഇന്ത്യയിലേക്ക് ചൈനയുടെ എക്സ്പോർട്ടുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ജപ്പാൻ, ഈ രാജ്യങ്ങളിൽ നിന്നും 3 രാജ്യങ്ങളിൽ നിന്നൂടെ നമ്മൾ 79% ഇന്ത്യയുടെ സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ യൂസേജ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആവശ്യം ഓവറോൾ ഫിനിഷ് സ്റ്റീൽ ഇമ്പോർട്ട്സ് ഈ പറഞ്ഞ കാലയളവിൽ 79% നമ്മൾ ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം സൗത്ത് കൊറിയയിൽ നിന്നുള്ള സ്റ്റീൽ ഇമ്പോർട്ടും ശരിക്കും വർദ്ധിച്ചു വരുന്നൊരു ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. ഏപ്രിൽ ഡിസംബർ മാസത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളേക്കാൾ ഏറ്റവും 2.1 മില്യൺ മെട്രിക് ടൺസ് നമ്മൾ സൗത്ത് കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 7.2% ഓരോ വർഷവും അതിൻ്റെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്ന് മാത്രമല്ല, ടോപ്പ് എക്സ്പോർട്ടർ അല്ലെങ്കിൽ ടോപ്പ് ഇമ്പോർട്ടർ ചൈനയാണ്, പിന്നെ സൗത്ത് കൊറിയ, പിന്നെ ജപ്പാൻ. ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ 79% വരുന്ന സ്റ്റീലിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജപ്പാനിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീലിൻ്റെ അളവിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഏകദേശം 1.6 മില്യൺ മെട്രിക് ടൺസിൻ്റെ സ്റ്റീൽ നമ്മൾ ഈ പറഞ്ഞ കാലയളവിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന മേഖല വൻതോതിലുള്ള ഭീഷണി നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രൂഡ് സ്റ്റീൽ പ്രൊഡ്യൂസിങ് മേഖലയിൽ ഇന്ത്യയാണ് 2ാമത്തെ ഏറ്റവും വലിയ മാനുഫാക്ചറർ എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ തന്നെ നമ്മൾ ഒരു നെറ്റ് ഇമ്പോർട്ടറായിട്ട് ഫിനിഷ്ഡ് സ്റ്റീൽ, കാരണം നമ്മുടെ ഡൊമസ്റ്റിക് റിക്വയർമെൻറ്റ് അത്രയ്ക്ക് വലുതാണ്. കാരണം നമ്മുടെ ആഭ്യന്തര ഉൽപാദനം തീർച്ചയായിട്ടും അതിനെ മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണല്ലോ നമ്മൾ വെളിയിൽ നിന്നും ആഭ്യന്തര ഉൽപാദനം മതിയാകാതെ വരുമ്പോഴും, അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ വില വളരെ കൂടുതലാകുമ്പോഴാണല്ലോ നമ്മൾ സാധാരണ ഏത് പ്രോഡക്റ്റും നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതമാണ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും ക്രൂഡ് സ്റ്റീലിൻ്റെ സെക്കൻഡ് മാനുഫാക്ചറർ ആണെങ്കിൽ തന്നെയും നമ്മൾ നെറ്റ് ഇമ്പോർട്ടറാണ്. കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളൊരു ഫിനിഷ് സ്റ്റീൽ പ്രോഡക്റ്റിൻ്റെ നെറ്റ് ഇമ്പോർട്ടറായിട്ടാണ്, എന്നുവെച്ചാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് കൂടിയതിന് ശേഷം ഈ ഒരു ട്രെൻഡും വളരെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ മേൽ വളരെ വൻതോതിലുള്ള നികുതി, ഇപ്പം ഈ ട്രംപ് വരുമ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും എതിരൊക്കെ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഈ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സിൻ്റെ മുകളിൽ വൻതോതിലുള്ള ടാരിഫ് അല്ലെങ്കിൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദകർ ഒത്തിരി കാലമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ അത് കാര്യമാത്രമായിട്ട് പല കാരണങ്ങളാണല്ലോ. കാരണം പെട്ടെന്ന് ഒരു രീതിയിൽ ഒരു ഗവൺമെൻറ്റും പെട്ടെന്ന് ആക്ട് ചെയ്യാൻ സാധിക്കാതെ വരും, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള രാജ്യത്തിന്. കാരണം ഇന്ത്യ ചൈന ട്രേഡ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ വൻ വ്യവസായ ഗ്രൂപ്പുകൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിയുന്നത്. കാരണം ഒട്ടുമിക്ക എല്ലാ നമ്മളുടെ റോ മെറ്റീരിയൽസ് ആയാലും മറ്റു പല ഫിനിഷ് പ്രോഡക്ട്സ് ആയാലും, ഇപ്പോൾ ഫിനിഷ് പ്രോഡക്ട്സ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ തന്നെയും, ഫിനിഷ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഫിനിഷ് പ്രോഡക്റ്റ് ഇവിടെ വരുമ്പോൾ അതൊരു റോ മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ടോട്ടലി ഫിനിഷ് പ്രോഡക്റ്റാണ്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ അത് ഫിനിഷ് പ്രോഡക്റ്റാണ്. പിന്നെ ഞാനത് വാല്യൂ ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഫിനിഷ് പ്രോഡക്റ്റും ഈ സ്റ്റീലിൻ്റെ കാര്യത്തിൽ ഈ സ്റ്റീൽ ഫിനിഷ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ക്രൂഡ് സ്റ്റീലല്ല, ഫിനിഷ് സ്റ്റീൽ. അപ്പോൾ അതിവിടെ വരുമ്പോൾ അത് മറ്റൊരു റോ മെറ്റീരിയലായിട്ട് മാറിക്കഴിയും. അപ്പം ചൈനയിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി റോ മെറ്റീരിയൽസ് നമ്മളുടെ സോളാർ പാനൽസ് അല്ലെങ്കിൽ സോളാർ സെല്ലിൻ്റെ ഇൻഡസ്ട്രിയുമായിട്ട്, ഇപ്പം നമ്മൾ അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളുടെ സോളാർ പാനലുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്കയിലേക്ക്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിനുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ 80% മുകളിൽ നമ്മൾ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽസ്, പല വ്യവസായങ്ങൾക്കുള്ള റോ മെറ്റീരിയൽസ് വൻതോതിൽ നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്.
അപ്പം ഇവിടുത്തെ വൻ വ്യവസായികളൊക്കെ തന്നെ ആ റോ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ വ്യവസായങ്ങൾ ഇന്ത്യക്കകത്തും അവരുടെ പിന്നീടുള്ള എക്സ്പോർട്ടും എല്ലാം തന്നെ അതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ചൈനയ്ക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് അത് പെട്ടെന്ന് സാധ്യമാക്കി എടുക്കുവാൻ സാധിക്കും എന്നുള്ളൊരു പിന്നെ അവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്തിൽ ഒത്തിരി ഗിവ് ആൻഡ് ടേക്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റു പല രീതിയിലുള്ള പിന്നെ ജിയോ പൊളിറ്റിക്കൽ കണക്ഷൻസും അല്ലെങ്കിൽ ജിയോ എക്കണോമിക് കണക്ഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന് സർക്കാരിന് പിന്നെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നയ പരിപാടിയിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. പെട്ടെന്നൊരു തീരുമാനം ഇപ്പം ഈ മാനുഫാക്ചറേഴ്സ് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പല കാലഘട്ടങ്ങളായിട്ട് അവരുടെ ഇൻഡസ്ട്രീസ് നേരിടുന്ന ഈ ഭീഷണി കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുകയുണ്ടായി. എന്നാൽ തന്നെയും കേന്ദ്ര ഗവൺമെൻറ് പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡി ആയിട്ടുള്ളൊരു പോളിസി ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ഒന്നും എടുത്ത് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഹൈ ടാരിഫ് ഇമ്പോർട്ട് ചെയ്യാനോ സാധിക്കത്തില്ല. ഈ മറ്റ് പല പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് അത് പരിഗണിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിതിനകത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഇന്ത്യ ഇസ് കണ്ടക്ടിങ് എ പ്രോബ് എന്നാണ് പറയുന്നത്. പ്രോബ് എന്ന് പറഞ്ഞാൽ ഒരു അതിനെക്കുറിച്ച് പഠിക്കുകയാണ് അല്ലെങ്കിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്താണ് പരിശോധിക്കുന്നത്? ടു ഡിറ്റർമിൻ ദ നീഡ് ഫോർ ഇമ്പോസിഷൻ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുവെച്ചാൽ ഈ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഹൈ ടാരിഫ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടൊരു ടാക്സ് പിന്നെ ഈ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള സ്റ്റീൽ ഇമ്പോർട്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ടെമ്പററി ടാക്സോ അല്ലെങ്കിൽ അതുള്ള സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്തെങ്കിലും ഇമ്പോസ് ചെയ്യാൻ അതിൻ്റെ മുകളിൽ ചുമത്താൻ കഴിയുമോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ ഡിസംബർ മാസത്തിൽ ഹോട്ട് റോയിൽഡ് കോയിൽസ് സ്ട്രിപ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇവിടെ പറയുന്നത്. നോൺ ഫ്ലാറ്റ് പ്രോഡക്ട്സിൻ്റെ ഇമ്പോർട്ട് ലാസ്റ്റ് ഇയറിൽ 13.8% അപ്പോൾ അത് ബാസ് റോഡ്സ് എന്നൊക്കെ പറയാം, അതൊക്കെ അതിൻ്റെ ചില ടെക്നിക്കൽ അല്ലെങ്കിൽ അതുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫിനിഷ് സ്റ്റീൽ പ്രോഡക്ട്സ് 24.6% ആണ്. 3.6 മില്യൺ മെട്രിക് ടൺസ് ആണ് അതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കഴിഞ്ഞ 6 വർഷത്തിൽ അതിൻ്റെ ഏറ്റവും താണ ഒരു നിലവാരത്തിലാണ് അല്ലെങ്കിൽ പോയിന്റിലാണ് അത് ഫിനിഷ് സ്റ്റീൽ പ്രോഡക്ട്സ് ആണത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റലി ആയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഫിനിഷ്ഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ വലിയൊരു എക്സ്പോർട്ട് മാർക്കറ്റ് ഇറ്റലി ആയിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം 38.8% അത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽജിയത്തിലേക്കും സ്പെയിനിലേക്കും നേപ്പാളിലേക്കും ഒക്കെ ഉള്ള നമ്മുടെ എക്സ്പോർട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടനിലേക്കുള്ള എക്സ്പോർട്ട് 20% കൂടിയിട്ടുണ്ട് ഇയർ ഓൺ ഇയർ ബേസിസിൽ എന്നാണ് ഡേറ്റ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചില സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞിട്ട്, അപ്പോൾ ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഈ സ്റ്റീൽ ഇമ്പോർട്ട് ഇറക്കുമതിയെ നിയന്ത്രിക്കാൻ ശക്തമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ വാർത്ത പറയുന്നത്. പക്ഷേ അത് നമ്മളിപ്പോൾ പറയുന്നത് ഗവൺമെൻറ് ഈസ് കണ്ടക്ടിങ് എ പ്രോബ് എന്നാണ് പറയുന്നത്. ടു ഡിറ്റർമിൻ ദ നീഡ്, അതിന് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി, അല്ല കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഹൈ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ആഭ്യന്തര സ്റ്റീൽ വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സംരക്ഷിച്ചേ മതിയാവും, അല്ലെങ്കിൽ ആഭ്യന്തര വ്യവസായങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും. നമുക്കറിയാം, ആഭ്യന്തര വ്യവസായങ്ങൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഇന്ത്യൻ വ്യവസായങ്ങൾ ബിസിനസ്സുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റീലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും ഇതുപോലുള്ള വർദ്ധിച്ചു വരുന്ന ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഭീമാകരമായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഇങ്ങോട്ടുള്ള കയറ്റുമതി അല്ലെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടുത്തെ ആഭ്യന്തര വിപണിയെ അല്ലെങ്കിൽ ആഭ്യന്തര വ്യവസായ മേഖലയെ വളരെയധികം തളർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ കാലമായിട്ട് നമുക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, അതുപോലെ തന്നെ കർശനമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾസ് തുടങ്ങിയവയാണ് പരിഗണിക്കുന്നത്. കാരണം ചൈനയുടെ സ്റ്റീലിന് ടോപ്പ് ക്വാളിറ്റി സ്റ്റീലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ലോ കോസ്റ്റിൽ അവർക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഷിപ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള മാർക്കറ്റിൽ അത് വളരെ അക്സെപ്റ്റബിൾ ആണ്, അത് തീർച്ചയായിട്ടും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഉള്ള മാർക്കറ്റുകൾ, ഈവൻ അമേരിക്ക പോലും തീർച്ചയായിട്ടും ചൈനയുടെ സ്റ്റീൽ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം ഇതിൻ്റെ കാരണം കൊണ്ട്, അതായത് ചൈനയിൽ നിന്ന് ഈ പറഞ്ഞുള്ള ഇറക്കുമതി പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ആഗോള സ്റ്റീൽ വിപണിയും കാരണം പല ആഗോള സ്റ്റീൽ വിപണി എന്ന് പറഞ്ഞാൽ ചൈന ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളുടെ എല്ലാം സ്റ്റീൽ ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ് സെക്ടർ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ മേഖലയെല്ലാം തന്നെ വളരെ സമ്മർദ്ദത്തിലാണ്. കാരണം അവർക്കൊന്നും അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാനോ അല്ലെങ്കിൽ വിപണനം ചെയ്യാനോ സാധിക്കുന്നില്ല. അപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ സ്റ്റീല് അമിതമായി എത്തുന്നത് ഉൾപ്പെടെയുള്ള അപകട സാധ്യത കുറയ്ക്കുന്നതിനായി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് മന്ത്രാലയം. മുമ്പ് നമ്മൾ പറഞ്ഞു ഈസ് കണ്ടക്ടിങ് എ പ്രോബ്, ഇല്ലേ? നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. നിരീക്ഷണം ശക്തമാക്കുന്ന കൊള്ളാം, പക്ഷേ ഫലപ്രദമായിട്ടുള്ള നയപരിപാടികളില്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദകർ അവരുടെ കച്ചവടം കൂട്ടി കട കൂട്ടി അവർക്ക് വീട്ടിൽ പോകേണ്ടി വരും. തന്മൂലം വളരെയധികം ജോലികൾ നഷ്ടമാവുകയും ചെയ്യും. അപ്പം ഇന്ത്യ യൂറോപ്യൻ ഒരു യൂണിയനുള്ള രാജ്യങ്ങളുമായിട്ട്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറഞ്ഞാൽ WTO ഇതുപോലുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ചർച്ചകൾ നടത്തി വരികയാണ് എന്തോനെ ന്യായവും സുതാര്യവുമായ വ്യാപാര അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായിട്ട്. കാരണം WTO അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും പരസ്പരം ഈ പറഞ്ഞ ഡംപിംഗ് ഒക്കെ ഒഴിവാക്കണം എന്നൊക്കെയുള്ളതാണ്. അതുപോലെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ന്യായമായിട്ടുള്ള ട്രേഡ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകണം എന്നൊക്കെയുള്ള WTO അനുസരിച്ച് അല്ലെങ്കിൽ മറ്റ് വ്യാപാര സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി, അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ടും അതുപോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയതാണെന്ന് പറഞ്ഞു. WTOയുടെ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം എന്നും ഇന്ത്യ ഈ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ബിസിനസ് ലൈൻ എന്ന് പറയുന്ന മാസികയോട് പറയണ്ടേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റ് രാജ്യങ്ങളും ഈ പറഞ്ഞ നിയമങ്ങൾ തീർച്ചയായിട്ടും കർശനമായിട്ട് പാലിച്ചാൽ മാത്രമേ സുതാര്യമായിട്ടുള്ളൊരു വ്യാപാര അന്തരീക്ഷം ലോകത്ത് സൃഷ്ടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരെ പ്രൊട്ടക്ഷനിസം എന്ന് പറയും. ഇപ്പോൾ ഈ ട്രംപ് ചെയ്യാൻ പോകുന്നത് തന്നെയാണ് ഹൈ ടാരിഫ്, വലിയ നികുതി ഇപ്പം നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവരുടെ വ്യവസായങ്ങളെ, അവരുടെ പ്രോഡക്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്തേ മതിയാകും. വൻതോതിലുള്ള ഡംപിങ് ഒരു രാജ്യം മറ്റൊരു മാർക്കറ്റിലേക്ക് നടത്തുകയാണെങ്കിൽ അതിനെ നേരിടുക എന്നുള്ളത് അതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞൊരു സ്റ്റീൽ വ്യവസായ മേഖല വൻതോതിലുള്ള ഭീഷണി, അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി ഒത്തിരി കാലമായിട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ അതവർ നേരത്തെ മുതലുള്ള കേന്ദ്ര മന്ത്രാലയത്തിനോട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുകളോട് അവർ ഈ പറഞ്ഞൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടിക്രമം എടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ കയറ്റുമതി വിപണിയെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി, എന്നുവെച്ചാൽ യൂറോപ്യൻ യൂണിയനെ മാത്രം നമ്മൾ ആശ്രയിച്ച് നിൽക്കാതെ നമ്മളുടെ എക്സ്പോർട്ട് മാർക്കറ്റ് മിഡിൽ ഈസ്റ്റ്, ആസിയാൻ, ആഫ്രിക്കൻ്റെ, കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വൻതോതിലുള്ള പൊട്ടൻഷ്യലും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസും ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാണ്ട് നമുക്ക്. കാരണം ആഫ്രിക്കൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വൻതോതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന ആസിയാൻ മാർക്കറ്റ്, മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ ഇതുപോലുള്ള മാർക്കറ്റുകൾ, വിപണികൾ നമുക്ക് തീർച്ചയായിട്ടും വൻതോതിൽ ചൂഷണം ചെയ്യാൻ സാധിക്കുകയും നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുകയും അതുപോലെ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ മുതലായിട്ടുള്ള അല്ലെങ്കിൽ ഈവൻ ചൈന പോലുള്ള രാജ്യത്തെ നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് നിന്നൊരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള സാധ്യതകളും പരിശോധിച്ച് വരികയാണ് എന്നാണ് പറയുന്നത്. സാധ്യതകൾ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായിട്ടുള്ള, അഗ്രസീവായിട്ടുള്ള, പ്രൊആക്റ്റീവായിട്ടുള്ള ഇക്കണോമിക് പോളിസീസ് കൂടെ മാത്രം, ഡിപ്ലോമാറ്റിക് പോളിസീസ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ നമ്മൾ എടുത്താൽ മാത്രമേ പ്രൊആക്റ്റീവ്, കാരണം ഗ്ലോബൽ എക്കോണമിയിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കുക എന്നുള്ളത് അത് നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ പ്രൊആക്റ്റീവ്നെസ്സും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് എഫിഷ്യൻസിയും സ്കില്ലും ഒക്കെയാണ് അത് തെളിയിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ആഫ്രിക്ക, ആസിയാൻ, മിഡിൽ ഈസ്റ്റ്, സെൻട്രൽ ഏഷ്യ ഇതുപോലുള്ള മേഖലകളിൽ ഇപ്പോഴും ടാപ്പ് ചെയ്യാൻ
ടാപ്പ് ചെയ്യപ്പെടാത്ത മാർക്കറ്റുകൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കുകയും വൻതോതിൽ നമ്മളുടെ എക്സ്പോർട്ടിനെ അല്ലെങ്കിൽ കയറ്റുമതിയെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തിലെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഗ്രീൻ സ്റ്റീൽ മിഷന് പ്രധാന പരിഗണനയാണ് മന്ത്രാലയം നൽകുന്നത്, സ്റ്റീൽ മന്ത്രാലയം. ആകെ 2007 നമ്മൾ ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. നമുക്ക് തൽക്കാലം 2025 കാര്യം നോക്കാം, അല്ലെങ്കിൽ മിനിമം ഒരു 2030 വരെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നോക്കാം. നമുക്കൊരു ലോങ് ടൈം വിഷനൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ തൽക്കാലം നമ്മൾ നേരിടുന്ന പ്രതിസന്ധി, തൽക്കാലം എന്നല്ല, ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധി നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മുടെ മാനുഫാക്ചറേഴ്സ്, വ്യത്യസ്തമായുള്ള സെക്ടേഴ്സിൽ, പിന്നെ മേഖലകളിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം. അപ്പോൾ ആ ഉത്തരവാദിത്വം നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ആഭ്യന്തര വിപണിയെ നമുക്ക് കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമി അല്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന ഒട്ടുമിക്ക സാധനങ്ങളും സേവനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ കൺസ്യൂം ചെയ്യാൻ നമുക്ക് പര്യാപ്തമാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിനെ, വ്യത്യസ്തമായുള്ള മേഖലകളിലുള്ള ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിനെ ഗവൺമെൻറ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എൻകറേജ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പുറത്തുനിന്നുള്ള ഭീഷണികളെ നമുക്ക് തടയാനും അതിനെ നേരിടാനും നമുക്ക് സാധിക്കും. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇറക്കുമതി ചെയ്യുക. ബാക്കി നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സേവനങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും കാരണം ഗവൺമെൻറ് ഡ്യൂട്ടി അതാണല്ലോ. എല്ലാ ഗവൺമെൻറ്റുകളും ഇപ്പം ചൈന ചെയ്യുന്നത് അവരുടെ ആഭ്യന്തര ഉൽപ്പാദന മേഖലയും അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദകരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, ചൈനീസ് എക്കോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അമേരിക്ക ചെയ്യുന്നതാണ്, യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നതാണ്, ജപ്പാൻ ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു രാജ്യത്തെ ആഭ്യന്തര ഉൽപ്പാദന മേഖലയിലുള്ള അല്ലെങ്കിൽ ആഭ്യന്തര വിപണിയെ അല്ലെങ്കിൽ അവരുടെ സമ്പദ്ഘടനയെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു നയം ഒരു രാജ്യവും എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ചില സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ചില ഹെൽപ്ലെസ്നെസ്സിൻ്റെ, കാരണം ചില പ്രോഡക്റ്റ്സ് ഒക്കെ അവർക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കത്തില്ല ഒരു രാജ്യത്തിന്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർക്ക് അത്തരം പ്രോഡക്ട്സ് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ അവർക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്ന, മറ്റു രാജ്യങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ആ രാജ്യം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടും. ഇതാണല്ലോ ഒരു അന്താരാഷ്ട്ര വിപണിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത ഇങ്ങനെയാണല്ലോ. ഇമ്പോർട്ടും എക്സ്പോർട്ടും ഇങ്ങനെയാണല്ലോ മാച്ച് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യപ്പെടുന്നതല്ലേ. അപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട മേഖലയിൽ ഒന്നായ സ്റ്റീൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സ്റ്റീൽ ഉൽപ്പാദനം ഗവൺമെൻറ് വളരെ പ്രൊആക്റ്റീവായിട്ട് തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ മേഖലയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വിപണിയെ നമുക്ക് തീർച്ചയായിട്ടും ശക്തമാക്കുക. ആഭ്യന്തര വിപണി എന്ന് പറയുമ്പോൾ ആഭ്യന്തര ഉൽപ്പാദകരെ, കാരണം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരിക്കും നേരിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ ഈ മേഖല ദുർബലപ്പെടുകയോ അല്ലെങ്കിൽ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി നേടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവനോപാധി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ജീവിക്കാനുള്ള മാർഗം നഷ്ടപ്പെടുകയും അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും, തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാരെ മറ്റു മേഖലകളിലേക്കൊന്നും വിന്യസിക്കാനൊന്നും കഴിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഏത് തന്നെയായാലും ശരി, ഏത് പാർട്ടിയുടെ ഭരണം ആണ് നിലവിലാണെങ്കിലും ശരി, ഇതുപോലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ സമ്പദ് മേഖലയുമായിട്ട്, നമ്മുടെ ആഭ്യന്തര സമ്പദ് മേഖലയുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകി അവയെ സംരക്ഷിക്കുകയും അവയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇങ്ങനൊരു ഭീഷണി നമ്മൾ ചൈനയിൽ നിന്ന് ഇപ്പോഴല്ല, നേരത്തെ മുതൽ തന്നെ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പം ഈ ഭീഷണിയെ നമുക്ക് തീർച്ചയായിട്ടും നിയന്ത്രണ വിധേയമാക്കണമെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊവാക്റ്റീവായിട്ടുള്ള, അഗ്രസീവായിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ്, ഒരു നടപടിക്രമം ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഇന്ത്യസ് ഫിനിഷ് സ്റ്റീൽ ഇമ്പോർട്ട്സ് ഫ്രം ചൈന ഹിറ്റ് 7-year ഹൈ ഇൻ April-December. അതായത് 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചൈനയുടെ സ്റ്റീൽ എക്സ്പോർട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഉണ്ടായി.
അതിന് പുറമെ സൗത്ത് കൊറിയയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള സ്റ്റീൽ എക്സ്പോർട്ടും നമ്മുടെ ആഭ്യന്തര വിപണിയെ, ആഭ്യന്തര ഉൽപ്പാദകരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് നമുക്കിതിനകത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.